അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1351, സൂറത്ത് ഹൂദ് 1 മുതൽ 4 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. كتاب أحكمت آياته ثم فصلت من لدن حكيم خبير ألا تعبدوا إلا الله إنني لكم منه نذير وبشير وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤت كل ذي فضل فضله وإن تولوا فإني أخاف عليكم عذاب يوم كبير إلى الله مرجعكم وهو على كل شيء قدير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. അലിഫ് ലാം റാ എന്ന വ്യാഖ്യാനം അല്ലാഹുവിനറിയാം. കിതാബുൻ, ഇതൊരു ഗ്രന്ഥമാകുന്നു. ഉഹ്കിമത്ത് ആയാത്തുഹു, അതിന്റെ സൂക്തങ്ങൾ ആശയഭദ്രതയുള്ളതായി ഉറപ്പിക്കപ്പെട്ട. സുമ്മ ഫുസ്സിലത്ത്, പിന്നീടത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മില്ലദുൻ ഹക്കീമിൻ ഖബീർ, എല്ലാം അറിയുന്ന യുക്തിയുക്തം ചിന്തിക്കുന്ന നാഥന്റെ ഭാഗത്തു നിന്ന്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം വന്നിരിക്കുന്നത്. ഇന്നനീ ലക്കും മിൻഹു, നിശ്ചയം നിങ്ങൾക്ക് ഞാൻ ആ അല്ലാഹുവിനെ സംബന്ധിച്ച് നദീറുൻ വ ബശീറുൻ, താക്കീത് നൽകുന്നവനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാകുന്നു എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം വന്നിരിക്കുന്നത്. വാനിസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പൊറുക്കലിനെ തേടണമെന്നും സുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യുമത്തക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അവൻ വിഭവങ്ങൾ നൽകുന്നതാണ്. മതാഅൻ ഹസന, നല്ല സുഖകരമായ വിഭവങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. വയുത്തി കുല്ലദീ ഫളലിൻ ഫളല, നന്മ ചെയ്യുന്ന ഓരോരുത്തർക്കും അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. വൈൻ തവല്ലോർ, പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫൈന്നി അഖാഫു അലൈക്കും, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫൈന്നി അഖാഫു അലൈക്കും, നിങ്ങളുടെ മേലെ ഞാൻ ഭയപ്പെടുന്നു. അദാബ യൗമിൻ കബീർ, വലിയ ഒരു ദിനത്തിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. ഇലല്ലാഹി മർജിഉക്കും, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. 11ാമത്തെ അധ്യായമാണ് സൂറത്ത് ഹൂദ് എന്ന് പറയുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ നാമധേയത്തിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചയും അതേപോലെ തന്നെ വിശകലനങ്ങളും ഈ അധ്യായത്തിന്റെ 50 മുതൽ 60 കൂടിയ സൂക്തങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം സമുദായത്തെയും അതേപോലെ തന്നെയും അഥവാ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും കുറിച്ച പ്രതിപാദനങ്ങൾ ആ ഭാഗത്ത് വരുന്നതുകൊണ്ടാണ് ഇതിന് സൂറത്ത് ഹൂദ് എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. മക്കി സൂറകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത് ഹൂദും. അപ്പൊ മക്കി സൂറകളുടെ പൊതുവായ സ്വഭാവം, അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകമാകുന്ന തൗഹീദ്, അതുപോലെ റിസാലത്ത്, അതുപോലെ തന്നെ പുനർജന്മം, ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളെ നന്നായി സ്ഥാപിച്ചുകൊണ്ടുള്ള സൂക്തങ്ങളായിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട പരാമർശന വിഷയം. ഈ അധ്യായത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല 123 സൂക്തങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഏതായാലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അധ്യായമാണിത് എന്ന് എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ ഇമാം തബറാനിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഉഖ്ബത്ത് ബിൻ ആമിർ എന്നവർ പറഞ്ഞു, അന്ന റജുലൻ ഖാല, ഒരാള് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഖദ് ശിബ്ത, തങ്ങൾ നരച്ചുപോയല്ലോ, അഥവാ തങ്ങളുടെ മുടികളിലൊക്കെ നര കാണുന്നുണ്ടല്ലോ എന്ന്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി ഹൂദ് വ ഖവാതുഹാ, ഹൂദ് സൂറത്തും അതേപോലെ തന്നെ അതിന്റെ സഹോദരികളായിട്ടുള്ള സൂറകളും അഥവാ സമാനമായ പരാമർശനങ്ങൾ കൊണ്ട് സമ്പന്നമായ സൂറത്തുകളുമാണ് എന്നെ നിരപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സഹോദരിമാരെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ചില റിപ്പോർട്ടുകളിൽ ഇമാം ബൈഹഖിയൊക്കെ ഉദ്ധരിച്ചൊരു ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ശയ്യബത്തിനി ഹൂദ് വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മാ യതസാഅലൂൻ വഇദാ ശംസു കുവ്വിറത്. ഹൂദ് സൂറത്തും സൂറത്തുൽ വാഖിഅയും വൽ മുർസലാത്ത് സൂറത്തും അമ്മാ യതസാഅലൂൻ എന്ന സൂറത്തും ഇദാ ശംസു കുവ്വിറത് എന്ന സൂറത്തും മറ്റു ചില റിപ്പോർട്ടുകളിൽ വേറെയും ചില സൂറത്തുകൾ കൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഹാഖ ഉൾപ്പെടെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ, അതിന്റെ ഗൌരവതരമായ സാഹചര്യങ്ങളൊക്കെ വസ്തുതാപരമായി വിശദീകരിക്കുന്ന അതിലുള്ള ചില വിഷയങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, അതാണ് എന്നെ നിരപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൌരവം, ആ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ കൽപ്പിക്കുന്ന ചില കൽപ്പനകളുടെ ഗൌരവവും അതിന്റെ ഗാംഭീര്യവും ആലോചിച്ചിട്ടാണ് നിരച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സൂറയാണ് ഇത്. ഈ സൂറത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. തഫ്സീർ ഖാസിനിൽ ഒക്കെ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സൂറത്തിൽ നിരച്ചു എന്ന് പറയാൻ കാരണം ലിമാ ഫീഹാ മിൻ ദിക്രിൽ ഖിയാമത്തി വൽ ബഅസി വൽ ഹിസാബി വൽ ജന്നത്തി വന്നാർ, അന്ത്യനാളിനെ സംബന്ധിച്ചും പുനർജന്മത്തെ സംബന്ധിച്ചും വിചാരണയെ സംബന്ധിച്ചും സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള പരാമർശനങ്ങളാണ്, അതിന്റെ ഗൌരവതരമായിട്ടുള്ള സംഗതിയാണ് അത്തരം അവസ്ഥകൾ വരാൻ കാരണമെന്ന്. അതൊരു നിരീക്ഷണമാണ്. എന്നാൽ മറ്റൊരു നിരീക്ഷണം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ അദ്ദുറുൽ മൻസൂർ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബൂ അലിയു സിദ്ദീ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കണ്ടു. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റുവിയ അൻക അന്നക ഖുൽത ശയ്യബത്നി ഹൂദ്, ഹൂദ് സൂറത്ത് എന്നെ നിരപ്പിച്ചു എന്ന് തങ്ങൾ പറയുന്നതായിട്ട് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് കേട്ടല്ലോ. ഖാല നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫഖുൽതു, അപ്പോ ബഹുമാനപ്പെട്ട അബൂ അലിയു സിദ്ദീ തങ്ങൾ ചോദിച്ചു, മല്ലദീ ശയ്യബക മിൻഹു, ആ സൂറത്തിൽ നിന്ന് തങ്ങളെ നിരപ്പിച്ച സംഗതികൾ എന്താണ് നബിയെ? ഖസസുൽ അംബിയാഇ വ ഹലാകുൽ ഉമം, നബിമാരുടെ ഹൃദയഭേദകമായ ചരിത്രങ്ങളും ആ നബിമാരുടെ സമൂഹങ്ങളുടെ നാശങ്ങളുമാണോ തങ്ങളെ നിരപ്പിച്ചത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ, ഒരിക്കലുമല്ല, വലാകിൻ ഖൗലുഹു, മറിച്ച് അല്ലാഹുവിന്റെ വാക്കാണ്, ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത, നബിയെ തങ്ങൾ എങ്ങനെയാണോ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചൊവ്വായി നിലകൊള്ളണം. അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ തെറ്റുന്ന സാഹചര്യം ഉണ്ടാകരുത്, സ്ട്രൈറ്റ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാകണം. അല്ലാഹു തആല ഇത്ര ഒരു കൽപ്പന എനിക്ക് തന്നപ്പോ, പടച്ചോനെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിന് വിരുദ്ധമായ വല്ലതും സംഭവിച്ചേച്ചു പോകുമോ എന്ന ബേജാറും ആ വിഷയത്തിലുള്ള ഗൌരവതരമായ ചിന്തയുമാണ് നിരക്കാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നത് കാണാം. നോക്കൂ, എന്തൊരു ഗൌരവമുള്ള സംഗതിയാണ് ഇപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരപ്പിക്കാൻ മാത്രം പര്യാപ്തമായ സംഗതിയാണ്. ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തങ്ങൾ നിലകൊള്ളണം. അതായത് അതിൽ നിന്നൊരു അണുകിട വ്യതിചലിവുണ്ടാവരുത്, വ്യതിചലിക്കാൻ പാടില്ല, അതിനൊരു ഭംഗം വരാൻ പാടില്ല.
ഏതെങ്കിലും വിധത്തിലുള്ള ഡിസോർഡർ ആവുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു തആല കൽപ്പിച്ചപ്പോൾ അഥവാ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാലോ എന്ന ചിന്തയും ആ കൽപ്പനയുടെ ഗൗരവവുമാണ് എന്നെ നിരപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് എന്ന്. ഇനി ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്കി സൂറകളുടെ സ്വഭാവം കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള പൊതുവായിട്ടുള്ള അടിസ്ഥാന ഘടകം, ഒന്ന് തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം, വേറൊന്ന് പുനർജന്മവും രക്ഷാശിക്ഷകളും. ഇങ്ങനെ അതോടൊപ്പം തന്നെ ഈ സൂറത്തിൽ ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ, നൂഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ, ഹൂദ് നബിയുടെ, സാലിഹ് നബിയുടെ, ലൂത്ത് നബിയുടെ, ശുഐബ് നബിയുടെ, മൂസാ നബിയുടെ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാ? അവരുടെയൊക്കെ ചരിത്രം പരാമർശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകാനാണ്. പ്രബോധന വീതിയിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ ജനതയിൽ നിന്നുണ്ടാകുന്ന വളരെ മോശമായ പ്രതികരണങ്ങളും വിഷമകരമായ സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മുൻകാല നബിമാർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അത് നബി തങ്ങൾ മനസ്സിലാക്കുമ്പോൾ തങ്ങൾക്ക് സമാധാനിക്കാനും ക്ഷമ കൈക്കൊള്ളാനുമുള്ളൊരു പ്രേരകമായി അത് മാറുക എന്ന സംഗതിയാണ് അതിന്റെ പിന്നിലുള്ളത്. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ധൈര്യവും സ്ഥൈര്യവും എന്തു തന്നെ വന്നാലും അതൊക്കെ നേരിടാനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും ഇതുകൊണ്ടുണ്ടാകും. അതിനുവേണ്ടിയാണ് ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇളത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. ഈ അധ്യായത്തിന്റെ തന്നെ 12ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. ഈ ആയത്തിൽ എല്ലാ നബിമാരുടെയും ചരിത്രം തങ്ങൾക്ക് നാം പറഞ്ഞു തരുന്നത് അത് മുഖേന തങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാനാണ്. എന്തു തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അതൊക്കെ നേരിടാനുള്ള ഒരു പ്രിപ്പറേഷൻ ഇതിലൂടെ തങ്ങൾക്ക് ലഭിക്കാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളും അതേപോലെ തന്നെ നിരാകരിക്കാൻ വേണ്ടി നടക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവർക്കുള്ള കടുത്ത ശിക്ഷയുടെയും അവർക്ക് ഒരുക്കിവെച്ച പ്രതിഫലത്തിന്റെയും ഒക്കെ സംഗതികൾ വിശദീകരിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ അള്ളാഹുവിന്റെ അറിവും അതേപോലെ തന്നെ അവന്റെ ശക്തിയും നന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ ശിക്ഷകൾ എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുദൈവ വിശ്വാസികൾ ആവശ്യമുന്നയിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢിയും അതിന്റെ നിസ്സാരതയും വിശദീകരിക്കുന്ന ഘടകങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് അനാവശ്യമായ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയുടെ ഗൌരവതരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ, സത്യവിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം, അന്ധനും കണ്ടുകാണുന്നവരും തമ്മിലുള്ള വ്യത്യാസം പോലെ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ, അതെല്ലാം ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യഹൂദികൾ അവരുടെ ഗ്രന്ഥമായിട്ടുള്ള തൗറാത്ത്, ആ തൗറാത്തുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള കരിഞ്ചന്തയും അതേപോലെ കൃത്യവിലോപങ്ങളും ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയും അവർക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ഷമ കൈക്കൊള്ളാനും നിസ്കാരം നിലനിർത്താനും അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ മുൻകാല സമുദായങ്ങളിലുള്ള പലരുടെയും നാശം, ആ നാശത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആരാധിക്കണമെന്നും എല്ലാം അവനിൽ ഏൽപ്പിക്കണം എന്നുമുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തോടുകൂടെയാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അത്രയും രസകരമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ അതുപോലെ തന്നെ ഫലപ്രദമായ ഒരു ക്രമീകരണത്തിന്റെ സൗന്ദര്യം കൂടി ഈ അധ്യായത്തിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം റാ. അലിഫ് ലാം റാ അടക്കമുള്ള അധ്യായങ്ങളുടെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ, അതിന്റെ വ്യാഖ്യാനവും അർത്ഥവും നമുക്ക് അറിയില്ല എന്ന വിശദീകരണത്തിന്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, മുമ്പ് പലപ്പോഴും നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്.
കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, അതിന്റെ സൂക്തങ്ങൾ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയഭദ്രമായ നിലക്ക് നിലനിർത്തപ്പെട്ടിട്ടുള്ള ഒരധ്യായമാകുന്നു ബഹുമാനപ്പെട്ട ഈ സൂറത്ത്, ഈ ഖുർആൻ. ഇതൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ സൂക്തങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? ആശയഭദ്രതയോടുകൂടെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുമ്മ ഫുസ്സിലത്ത്, പിന്നീട് അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സുമ്മ ഫുസ്സിലത്ത്, പിന്നീട് അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഖുർആനെ സംബന്ധിച്ചിടത്തോളം, ആ ഖുർആൻ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ, അതിന്റെ സൂക്തങ്ങൾ, അതിന്റെ നല്ല ക്രമീകരണവും അതേപോലെ തന്നെ അർത്ഥ ഗാംഭീര്യവുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു. സുമ്മ ഫുസ്സിലത്ത്, പിന്നീട് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെ നിയമങ്ങളും ചരിത്രങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൊണ്ട് അല്ലാഹു തആല സമ്പന്നമാക്കിയിരിക്കുന്നു എന്നർത്ഥം. എവിടുന്നാണ് വിശദീകരണങ്ങളൊക്കെ വന്നത്? മില്ലദുൻ ഹക്കീമിൻ ഖബീർ, എല്ലാം അറിയുന്ന യുക്തിയുക്തം പ്രവർത്തിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ഇതിന് വിശദീകരണങ്ങളെല്ലാം വന്നിട്ടുള്ളത്. എന്താണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഐ നുസില ഹാദൽ ഖുർആനുൽ മുഹ്കമുൽ മുഫസ്സൽ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഭദ്രമായ ആശയങ്ങൾ കൊണ്ട് കൃത്യമായ നിയമങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ലിഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവന് യാതൊരു വിധത്തിലുള്ള പങ്കാളികളുമില്ല എന്ന് കൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത്. അപ്പൊ ഖുർആൻ അവതരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് ആ ഖുർആനിന്റെ കൽപ്പന അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദ്, ഏകദൈവ സിദ്ധാന്തം കൽപ്പിക്കുക എന്നത്. ഖുർആനിൽ തന്നെ പലയിടത്തും അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ആശയം തന്നെ. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്തുൽ അംബിയായിന്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് കാണാം. തങ്ങൾക്ക് മുമ്പ് നാം അയച്ച ദൂതന്മാരെല്ലാം, പ്രവാചകന്മാരെല്ലാം, അവർക്കൊക്കെ ഞാൻ വഹയി നൽകിയിട്ടുള്ളത് ഞാൻ മാത്രമാണ് ആരാധ്യനെന്നും എന്നെ ആരാധിക്കണമെന്നുമാണ്. അപ്പൊ ആ സന്ദേശം തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്നർത്ഥം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ദുർമൂർത്തികളെ നിങ്ങൾ വർജിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് എല്ലാ സമൂഹത്തിലേക്കും ദൂതന്മാരെ നാം നിയോഗിച്ചതെന്ന് സൂറത്തുൻ നഹലിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കാണാം. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നനീലക്കും മിൻഹു നദീറും വ ബശീർ, ഞാൻ ആ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നവനും സുവിശേഷം അറിയിക്കുന്നവനുമാണ് എന്നുകൂടി നബിതങ്ങൾ പറയുന്നു. അഥവാ അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കുന്നതോടൊപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത്, പ്രവാചകത്വം എന്നതുകൂടി ഇവിടെ സ്ഥാപിക്കുന്നുണ്ടെന്നർത്ഥം. ഞാൻ നിങ്ങൾക്ക് നദീറാണ്, നദീറാന്ന് വെച്ചാൽ താക്കീതുകാരനാണ്, നിങ്ങൾ നിഷേധികളായാൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് താക്കീത് നൽകുക. ബഷീറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് തങ്ങൾ ഭംഗിയായി എല്ലാ സമയത്തും നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. എന്നിട്ട് മൂന്നാമത്തെ സംഗതി, അനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പൊറുക്കലിനെ തേടണം എന്നും കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം വന്നിരിക്കുന്നത്. സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യണം. നിങ്ങളിൽ നിന്ന് തെറ്റുപറ്റിപ്പോയതിനും കുറ്റങ്ങൾ ചെയ്തു പോയതിനും ശിർക്ക് ചെയ്തു പോയതിനും അടക്കം എല്ലാ തിന്മകൾക്കും നിങ്ങൾ പശ്ചാത്താപം നടത്തണം. അങ്ങനെ നിങ്ങൾ പശ്ചാത്തപിച്ചാൽ യുമത്യക്കും മതാഅൻ ഹസനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിഭവങ്ങൾ നൽകി നിങ്ങളെ സുഖിപ്പിക്കുന്നതാണ്. ഇലാജലിൻ മുസമ്മാ, ഒരു നിർണിതാവധി വരെ അഥവാ മരണം വരെ അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ സന്തോഷങ്ങൾ നൽകും. വയുഅ്തി കുല്ലദീ ഫളിൻ ഫളില, എല്ലാ ഔദാര്യമുള്ളവർക്കും അവരുടെ ഔദാര്യത്തിന് അല്ലാഹു തആല പ്രതിഫലം നൽകുകയും ചെയ്യും. ഔദാര്യം എന്നോട് ഉദ്ദേശിക്കുന്നത്
ഒരുത്തരും ചെയ്യുന്ന സുഹൃതങ്ങൾ, ആ സുഹൃതത്തിന് അല്ലാഹു തആല പ്രതിഫലം നൽകുകയും ചെയ്യും. അത് പരലോകത്താണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടേക്ക് ജീവിക്കാൻ ആവശ്യമായത് അല്ലാഹു തരും, പരലോകത്ത് അല്ലാഹു നിങ്ങളുടെ നന്മക്ക് പ്രതിഫലവും തരും. വൈൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഇത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ഒരു വലിയ ദിവസത്തിന്റെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നു, ഭയപ്പെടുന്നു. അഥവാ ഈ കൽപ്പനകളെ മുഖവിലക്കെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലാഹു തആല കടുത്ത ശിക്ഷക്ക് നിങ്ങളെ വിധേയരാക്കും. അങ്ങനെ ശിക്ഷക്ക് നിങ്ങൾ വിധേയരാക്കാൻ കാരണം എന്താ? ഇലല്ലാഹി മർജിഉക്കും, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. അഥവാ മരിച്ച് പുനർജന്മം ലഭിക്കുന്നതോടുകൂടി അല്ലാഹു തആലാന്റെ വിചാരണയിലേക്ക് നിങ്ങൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ടോ അങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. മരിച്ചു മണ്ണായതിനു ശേഷം അതൊന്നും സാധ്യമല്ലാതൊന്നും വെറുതെ പുളുവടിക്കണ്ട, ഗൗരവത്തോടെ ചിന്തിക്കണം എന്ന് നബിതങ്ങൾ ഉണർത്തുകയാണ്. അല്ലാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം വബറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.